ഇന്ന് ഏകദേശം 3 വെയർഹൗസ് 3 സ്റ്റോർ 30ഓളം PUCs ആയിട്ടത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കൊടുക്കുന്ന സ്റ്റേറ്റിൽ നമ്പർ 2 പൊസിഷനിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. നമ്പർ 1 പൊസിഷൻ മഹാരാഷ്ട്രയാണ്. വലിയൊരു സ്റ്റേറ്റാണ്. നമ്മൾ വലിപ്പത്തിൽ വളരെ ചെറുതാണ്. എന്നാൽ കൂടെയും വരും കാലഘട്ടത്തിൽ ആ സ്റ്റേറ്റിനെ ഓവർകം ചെയ്ത കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അല്ലേ? ചെയ്യില്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾക്ക് അറിയാം, നമുക്ക് ശക്തമായ സിസ്റ്റം നമുക്കുള്ള ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ശക്തമായ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു. ട്രേഡ് യൂണിയൻ വളരെ ശക്തമായി, എനിക്ക് തോന്നുന്നു ട്രേഡ് യൂണിയന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാലിക്കറ്റ് അല്ലേ പറ്റേ സർ? കാലിക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കാലിക്കറ്റാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ട്രേഡ് യൂണിയനൊക്കെ സ്ട്രെങ്തൻ വന്നു. ഇപ്പൊ നമ്മളുടെ പുതിയ ഗൈഡ്ലൈൻസ്, ഉണ്ടായിരുന്ന ഗൈഡ്ലൈൻസ് ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് റൂൾ ഒന്നുകൂടി മാറി പുതിയ ഗൈഡ്ലൈൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ലോഞ്ച് ആക്ച്വലി ഒരു 3 മാസം നടക്കേണ്ടതാണ്. ഇലക്ഷൻ കാരണം മാറ്റിവെച്ചു. എനിക്കൊന്ന് വരുന്ന മാസങ്ങളിൽ, അതായത് 10 മാസം മിക്കവാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്ന ലോഞ്ച് ഒന്നും നടത്തുന്നുണ്ട്. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും സംബന്ധിച്ചോളം എനിക്കൊന്ന് ഗോൾഡൻ എറയാണ് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കകാലത്ത് നിങ്ങളുടെ ലീഡേഴ്സ് വളരെയധികം കഷ്ടപ്പെട്ടു, എഫേർട്ട് ഇട്ട് ഇത്രയും വലിയ രീതിയിൽ ഈ പറയുന്ന പ്രസ്ഥാനം മാറ്റി നല്ലൊരു കൈയിലൂടെ സന്ദർശിക്കുന്ന ലീഡേഴ്സിന്. കാരണം അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു, അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. ആണല്ലോ, ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, അച്ചീവേഴ്സ് ഉണ്ട്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഒരു ഔട്ട്ലെറ്റ് പോലാത്ത സിറ്റുവേഷനാണ് ഇത്രയും അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഞാൻ നോക്കി കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും വളരെ ലക്കിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ കാലിക്കറ്റ് നിയറസ്റ്റ് ഔട്ട്ലെറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇവിടെ ഒരു കാര്യം ചോദിക്കാം, എത്ര പേരുണ്ട് പുതിയ ആൾക്കാർ കൈകൊണ്ടോ? ഫസ്റ്റ് ടൈം നിങ്ങളെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി ഇതൊന്നായിട്ട് കാര്യമുണ്ടോ? ഓപ്പർച്യൂണിറ്റി നല്ലതാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ ഫലമായിട്ട് മാത്രമേ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആണല്ലോ? എഫേർട്ട് ഇട്ടാൽ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. കമ്പനി നടത്തുന്ന ഈ കോൺടെസ്റ്റുകളും അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ പ്രോഗ്രാംസ്, ഇത് ഈ നടക്കുന്ന പ്രോഗ്രാം പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചുള്ള കമ്പനി ഏകദേശം 2000 കോടി ടേൺഓവർ അടുത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബോട്ടം ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്നത്? കാരണം ഇത് നിങ്ങൾ ഓരോരുത്തരും, നമ്മളെ വിശ്വസിച്ചിരുന്ന ഓരോരുത്തരും സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാംസ് യൂട്ടിലൈസ് ചെയ്യുക, അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായിട്ട് ചെയ്യുക. ചെയ്യൂലേ? ചെയ്യോ? ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇപ്പോൾ 2004 ഏകദേശം ഒരു 8-9 വർഷമായി. നമ്മൾ ഇതുവരെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം പോലും ചെയ്തിട്ടില്ല. ലീഡേഴ്സ് പല പ്രാവശ്യം പറഞ്ഞതാണ് സെലിബ്രേഷൻ പ്രോഗ്രാം ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവരുടെ ശക്തമായ പ്രശ്നം മൂലം നമ്മൾ അതിനെ ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അല്ല അനീസർ? അനീസോട് ഇടക്കിടയ്ക്ക് വിളിക്കും, എടാ എന്തെങ്കിലുമൊക്കെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം, മൈലേജിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഈ വരുന്ന പ്രോഗ്രാം നെക്സസ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ നിലകളാണ്. അവിടെ പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാവർക്കും എൻട്രി ഇല്ല. PC മുതൽ ബോർഡോട്ട് മാത്രമേ അവിടെ നിങ്ങൾക്ക് പ്രവേശനമുള്ളൂ. PC മുതൽ ബോർഡോട്ട് എത്ര പേരുണ്ടാവും സാർ? ഏകദേശം എത്ര പേരുണ്ടാവും സാർ? 10,000 പേരുണ്ടോ മിനിമം? നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ, ബിസിനസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 25,000 30,000 ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കും. നമ്മളുടെ സെലിബ്രേഷൻ PC മുതൽ ബോർഡോട്ട് മാത്രമേ അവരേക്ക് എൻട്രി ഉള്ളൂ. അങ്ങനെ 10,000 കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ഇവന്റ് ആണ്. ടോപ്പ് ലീഡേഴ്സ് വരുന്ന ഒരു ഇവന്റ് ആണ്. ടോപ്പ് മാനേജ്മെന്റ് വരുന്ന ഒരു ഇവന്റ് ആണ് ആക്ച്വലി. സോ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാവരും ഓർഗനൈസ് ചെയ്യാൻ നമുക്കത് പോസിബിൾ അല്ല. അപ്പൊ നമ്മളത് ക്രൈറ്റീരിയ സെറ്റ് ചെയ്തു. അതായത് ഏറ്റവും കൂടുതൽ ബിസിനസ് വോളിയം മാച്ച് ചെയ്ത വ്യക്തികൾ ഡിസ്ട്രിബ്യൂട്ടർ ലെവലില്, DC ലെവലിൽ അങ്ങനെ നമ്മൾ ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്തു. ആ പറയുന്ന ഹയസ്റ്റ് ബിസിനസ് വോളിയം ഫ്രഷ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ഇവന്റിൽ നിങ്ങൾ എല്ലാവരെയും ഈ അച്ചീവേഴ്സിനെ അവിടെ റെക്കഗ്നൈസ് ചെയ്യും.
രണ്ടാമത് തായ്ലൻഡ് കോൺഗ്രസ് വിന്നേഴ്സിനെല്ലാം അവിടെ സ്പെഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. കൂടാതെ പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സ്, എനിക്ക് തോന്നുന്നു 3 ഔട്ട് ഓഫ് 8, 3 പെർഫോമൻസ് ബോണസ് എങ്കിലും അച്ചീവ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ 8 മാസം അവർക്കും അവിടെ സ്പെഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ടാവും, സ്പെഷ്യൽ സീറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ ഇരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിലായിരിക്കാം, പക്ഷേ അച്ചീവർ ആണെങ്കിൽ നിങ്ങൾക്ക് ലീഡേഴ്സിനൊപ്പം ലീഡേഴ്സിന്റെ കൂടെ നിങ്ങളുടെ സീറ്റിംഗ് അവിടെ സെറ്റാണ്. റെഡി? വരുമോ? എല്ലാവരും വരില്ലേ? ഉറപ്പാണോ? നമുക്ക് പ്രൊമോട്ട് ഉണ്ടാണോ ഈ പ്രോഗ്രാമിനെ കുറിച്ച്? ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടും നമുക്കൊന്ന് കണ്ടല്ലേ, സീയിങ് ഈസ് ബിലീവിങ് നോക്കാം.